ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ ഏപ്രിൽ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 6:15 മണിക്ക് പ്രയർ ലൈനിൽ വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേഗം വരുന്നതിനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മധ്യേ വചന ശുശ്രൂഷയ്ക്കായിട്ട് കേരളത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ M.A. ജോൺ ആണ് വന്നിരിക്കുന്നത്. ദേവദാസിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഞങ്ങൾ ഈ പ്രയർ ലൈനിലേക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ലൈനിൽ കൂടി വീണ്ടും ദൈവജനം പങ്കുവയ്ക്കുവാൻ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാനിയ കർത്തദാസ സിസ്റ്റർ സൂസൻ ജോർജ്, വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങളാണ് എഴുതിയിട്ടുള്ളത്. എബ്രായ ലേഖനം കൂടി ചേർത്താൽ അതിൽ 3 ലേഖനങ്ങൾ പാസ്റ്ററൽ എപ്പിസിൽ, പാസ്റ്റേഴ്സിന് എഴുതിയ ലേഖനങ്ങളാണ്. അവ 1-2 തിമോഥെയോസിന്റെ ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനവുമാണ്. തീത്തോസും പാസ്റ്റേഴ്സാണ്. അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് 3 ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു ദൈവ പൈതലിന്റെ 7 വിധത്തിലുള്ള വിളികളെ നമുക്ക് കാണുവാനായിട്ട്. അപ്പോൾ ആ 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായത്തിന് നമുക്ക് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാം: 7 ഫോൾഡ് ക്രിസ്ത്യൻ കോളിങ്സ്. ഒരു ക്രിസ്ത്യാനിയുടെ 7 വിധത്തിലുള്ള വിളികൾ. നമ്മളെല്ലാം കർത്താവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ചവരാണ്, ക്രിസ്ത്യാനികളാണ്. നമ്മെ എന്തിനൊക്കെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? ഈ പ്രഭാതത്തിൽ ആ വിഷയം നമുക്ക് ഒന്നിച്ച് വചനത്തിൽ നിന്ന് ധ്യാനിക്കാം. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ അധ്യായത്തിലെ ഒരു ദൈവ പൈതലിന്റെ 1-ാമത്തെ വിളി 1-ാം വാക്യത്തിലുണ്ട്. 1-ാം വാക്യം നമുക്ക് വായിക്കാം. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. മൈ സൺ, എന്റെ മകൻ. 1-ാമത്തെ വിളി മകൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മളെ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നമുക്കൊരു ഓപ്ഷൻ തന്നില്ല. ഭൂമിയിലെ ഏതെങ്കിലും കുടുംബത്തിൽ പോയി ജനിക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരുന്നു എങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവം ഒരു ഓപ്ഷൻ തരിക: മോനെ, മോളെ, ഭൂമിയിലുള്ള ഏതെങ്കിലും കുടുംബത്തിൽ പോയി നിനക്ക് അങ്ങ് ജനിക്കാം. അങ്ങനെ തന്നിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് ജനിച്ചു വളർത്തപ്പെട്ട കുടുംബത്തിൽ ജനിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുമായിരുന്നു. ഒരുപക്ഷെ പലരും താല്പര്യപ്പെടത്തില്ല. അതിന് കാരണം ചിലരുടെ പിതാക്കന്മാർ മദ്യപാനികളാണ്. ഒരു മദ്യപാന്റെ മകനായി ജനിക്കാൻ, മകളായി ജനിക്കുവാൻ പലരും ഇഷ്ടപ്പെടുകയില്ല. ഇല്ലെങ്കിൽ ഒത്തിരി നിർധനരായിരിക്കാം. ആ കുടുംബത്തിൽ ജനിപ്പാൻ താല്പര്യപ്പെടത്തില്ല. വല്ല സമ്പന്നന്മാരുടെ കുടുംബത്തിൽ ജനിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നില്ല. അത് ദൈവത്തിന്റെ മാത്രം കാര്യപരിപാടിപ്പെട്ട കാര്യമാണ്. എന്നാൽ നാം ജനിച്ചു കഴിഞ്ഞ ശേഷം 1-ാമത്തേനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു ഓപ്ഷൻ ദൈവം നമുക്ക് തന്നു. സ്വർഗീയ ഭവനത്തിൽ പോയി ജനിക്കുവാൻ നമുക്ക് അവസരം തന്നു, അധികാരം തന്നു. സ്വർഗത്തിലെ ഭവനത്തിൽ പോയി ജനിക്കുവാൻ യോഹന്നാന്റെ സുവിശേഷം 1:12 അതാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരു അധികാര കൈമാറ്റമാണ് നടന്നത്. ഏത് വ്യക്തിക്കും സ്വർഗീയ ഭവനത്തിൽ പോയി ജനിക്കാം. ഒന്നും കൂടെ തെളിയിച്ചു പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ക്രൂശിച്ച യഹൂദന്മാർ അതിനെ ഒരു പിന്തലമുത, ഇന്ന കർത്താവേ എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ, നിന്റെ വലിയ വലിയ വല്യപ്പച്ചനാണ് എന്നെ ക്രൂശിച്ചത്, നിന്നെ രക്ഷിപ്പാൻ എനിക്ക് മനസ്സില്ല എന്ന് കർത്താവ് ഒരിക്കലും പറയത്തില്ല. ഒരു റോമൻ പടയാളി
ഞാൻ പാപിയാണെന്ന് കർത്താവിനോട് പാപം ഏറ്റു പറയുമ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നെ ക്രൂശിച്ചത്, നിന്നെ രക്ഷിപ്പാൻ എനിക്ക് മനസ്സില്ലെന്ന് കർത്താവ് ഒരിക്കലും പറയത്തില്ല. സ്വർഗീയ ഭവനത്തിൽ ജനിക്കുവാനുള്ള അധികാരം ദൈവം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കൊടുത്തു. ആ അധികാരം വീണ്ടും വിധത്തിൽ വിനിയോഗിക്കുവാൻ കൃപയാൽ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. സ്വർഗീയ ഭവനത്തിൽ നാം ജനിച്ചു. ആ ജനിച്ച മകൻ വളരണം. ഒരു മകൻ ജനിച്ചാൽ പോരാ, ഒരു മകൾ ജനിച്ചാൽ പോരാ. ആ ശിശു വളരണം. രണ്ടു വിധത്തിൽ വളരണമെന്ന് അപ്പോസ്തലനായ പത്രോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. 2 പത്രോസ് 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് 2 പത്രോസാണോ? 2 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യം, ഒടുവിലത്തെ വാക്യം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേൻ, അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. അപ്പൊ നമ്മൾ ഏതിലൊക്കെ വളരണം? 1, കൃപയിൽ വളരണം, ദൈവകൃപയിൽ. 2, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ. ഈ 2 വളർച്ചയാണ് അപ്പോസ്തലനായ പത്രോസ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഒരു ദൈവപൈതൽ ദൈവകൃപയിൽ അനുദിനം വളർച്ച പ്രാപിക്കണം. ആ കൃപയ്ക്കകത്തെല്ലാം ഉണ്ട്. 2, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളർച്ച പ്രാപിക്കണം. ഒരു കുഞ്ഞു വളരാൻ അത്യന്താപേക്ഷിതമായിട്ട് 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. 1, ഭക്ഷണം. ചെറിയ കുഞ്ഞിന് ആദ്യം പാല് കൊടുക്കും, പിന്നെ കട്ടിയായ ഭക്ഷണം കൊടുക്കും. ഒരു കുഞ്ഞു വളരുവാൻ 2ാമത് വേണ്ടത് പ്രാണവായുവാണ്. പ്രാണവായു വേണം. ഒരു കുഞ്ഞു വളരുവാൻ 3ാമത് വേണ്ടത് എക്സസൈസ് ആണ്. ഒരു കുഞ്ഞു വളരുവാൻ 4ാമത് വേണ്ടത് വിശ്രമമാണ്. ഭക്ഷണം, പ്രാണവായു, എക്സസൈസ്, വിശ്രമം. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരു കുഞ്ഞു വളരുകയുള്ളൂ. ഒരു ആത്മീയ ദൈവ പൈതലും വളരുവാൻ ഈ 4 ഘടകങ്ങൾ വേണം. ഭക്ഷണം, നമ്മുടെ ഭക്ഷണം എന്താണ്? വചനമെന്ന മായമില്ലാത്ത പാല് നമ്മൾ കുടിച്ച്, പിന്നെ കട്ടിയായ ഭക്ഷണം കഴിച്ച് നമ്മൾ ആത്മീയത്തിൽ വളർച്ച പ്രാപിക്കുന്നു. നമ്മുടെ ഭക്ഷണം ദൈവത്തിന്റെ വചനമാണ്. ഒരു ദൈവത്തിന്റെ വളർച്ചയ്ക്ക് 2ാമത് വേണ്ടത് പ്രാണവായുവാണ്. നമ്മുടെ പ്രാണവായു പ്രാർത്ഥനയാണ്. ഇടപെടാതെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന അനുഭവം. പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്, എന്നാൽ പ്രാർത്ഥന ജീവിതമുള്ളവർ തുലോം ചുരുക്കമാണ്. അപ്പോൾ 2ാമത് നമുക്ക് വേണ്ടുന്നത് പ്രാർത്ഥനയാണ്. 3, എക്സസൈസ്. നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സർവീസ്, നമ്മുടെ ശുശ്രൂഷയാണ്. ശുശ്രൂഷയിൽ കൂടെ മാത്രമേ വളർച്ച പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ എക്സസൈസ് കർത്താവിനെ സാക്ഷിക്കുക, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക, അതാണ് നമ്മുടെ എക്സസൈസ്. അതിലൂടെ നാം ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുന്നു. 4, വിശ്രമം. നമ്മുടെ വിശ്രമം ആത്മാവിലെ ആരാധനയാണ്. അപ്പോസ്തലനായ യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, അതേ വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു വിശ്രാമം. ദൈവമക്കളാകുന്ന നമ്മുടെ സ്വസ്ഥതയും നമ്മുടെ വിശ്രമവും എന്ന് പറയുന്നത് നാം കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലെ 1-ാമത്തെ ക്രിസ്ത്യൻ കോളിംഗ്, സൺ, മകൻ. 2-ാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് 3-ാം വാക്യത്തിലുണ്ട്. 2 തിമോഥെയോസ് 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. യേശുവിന്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്ക. ഗുഡ് സോൾജർ, ഗുഡ് സോൾജർ, നല്ല ഭടൻ. മക്കൾ പുരുഷത്വം പ്രാപിച്ച ഭടന്മാരാണ്. മകൻ മകനായിട്ടിരിക്കുകയല്ല, ആ മകൻ വളർച്ച പ്രാപിച്ച് പുരുഷത്വം പ്രാപിച്ച് അവൻ ഭടനാകണം.
എങ്ങനെയുള്ള ഭടൻ? നല്ല ഭടൻ. ആ ഭടൻ എന്തുണ്ട്? അവന് കഷ്ടതയുണ്ട്. നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പടയാളിക്ക് കഷ്ടതയുണ്ട്. സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമോ സുഖ സൗകര്യങ്ങളോ മറ്റ് ഇമ്പങ്ങളോ ഇതെല്ലാം വെടിഞ്ഞ് പ്രതികൂല കാലാവസ്ഥകളിൽ ജീവിച്ചുകൊണ്ട് ശത്രുവിനെതിരെ പൊരുതുന്നവനാണ് ഒരു പടയാളി. അപ്പൊ മറ്റുള്ളവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സുഖ സൗകര്യങ്ങളും ഒരു ക്രിസ്തീയ പടയാളിക്ക് ഇല്ല. ഈ ശത്രുവിന്റെ ആക്രമണം രാജ്യത്തിനെതിരെയാണെങ്കിലും അതിന്റെ കഷ്ടം ഏറിയ പങ്കും വഹിക്കുന്നത് പടയാളികളാണ്. പടയാളിക്കാണ് മുറിവേൽക്കുന്നത്. ശത്രുരാജ്യം പൊരുതുന്നത് ഇത് രാജ്യത്തോടാണ്, രാജ്യത്തിനെതിരെയാണ് യുദ്ധം. പക്ഷെ മുറിവേൽക്കുന്നത് പടയാളിയാണ്. ക്രിസ്തീയ പടയാളികളായ നാം ദൈവരാജ്യത്തിന് വേണ്ടി പടക്കളത്തിൽ നിൽക്കുമ്പോൾ ശാരീരികമായും മാനസികമായിട്ടും നമുക്കും മുറിവുകളുണ്ടാവും. രാജ്യത്തെ മറ്റു പൗരന്മാർ നേരിടാത്ത കഷ്ടതകൾ പടയാളി നേരിടുക. നമുക്കുള്ള യുദ്ധം പിശാചിനോടും അവന്റെ സൈന്യത്തോടുമുള്ള ആത്മീയ യുദ്ധത്തിലാണ് ഓരോ വിശ്വാസി. ഈ പടക്കളത്തിൽ ശത്രുവിനെതിരായി നാം നിൽക്കുമ്പോൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം ഈ ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോൾ 3 വിധത്തിൽ ശത്രുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന് പൗലോസ് അവിടെ പ്രബോധിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ ശത്രുവിനോട് എതിർത്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 13-ാം വാക്യത്തിൽ ശത്രുവിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. 16-ാം വാക്യത്തിൽ സർവായുധവർഗം എടുത്തും കൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പടക്കളത്തിൽ നാം നിൽക്കുമ്പോൾ 1 ശത്രുവിനോട് എതിർത്ത് നിൽക്കണം, 2 ശത്രുവിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കണം, 3 സർവായുധവർഗം എടുത്തും കൊണ്ട് നിൽക്കണം. രണ്ടാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് ഗുഡ് സോൾജർ, നല്ല ഭടൻ. ഇനി 3-ാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് 5-ാം വാക്യം, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. മല്ല് കെട്ടുന്നവൻ one who striveth for masteries. ഇവിടെ മല്ല് കെട്ടുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഗോദായിൽ ഇറങ്ങി ഒറ്റയ്ക്ക് മല്ല് പിടിക്കുന്ന കാര്യമാണ്. ഒറ്റയ്ക്കുള്ള ദ്വന്ദ്വ യുദ്ധം. ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വരാം, നിങ്ങളുടെ കൂട്ടത്തിന് ഒരാളെ വിടാം, ഒറ്റയ്ക്ക് പൊരുതാം. ആര് ജയിക്കുന്നു ആ സൈന്യം ജയിക്കുന്നു. ആ നിലയിലാണ് ഇവിടെ മല്ല് കെട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പടയാളിക്ക് കൂട്ടുപടയാളികളുണ്ട്, പക്ഷെ മല്ല് കെട്ടുന്നവനെ കൂടെ സഹായിക്കാൻ ആരുപോലുമില്ല. അവൻ ഒറ്റയ്ക്ക് ഗോദായിൽ ഇറങ്ങി എതിരാളിയോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ്. ഇതാണ് നമ്മുടെ 3-ാമത്തെ ക്രിസ്ത്യൻ കോളിംഗ്. ഒന്നിച്ച് നമ്മളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുവാൻ അനേകര് കണ്ടേക്കാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. വിശേഷാൽ പടക്കളത്തിൽ നിൽക്കുന്ന ദൈവ മക്കൾക്ക് ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എഫേസൂസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തു. കാളപ്പോരിന്റെ കാര്യമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് മൃഗവുമായി യുദ്ധം ചെയ്യുന്ന കാര്യമാണ്. മറ്റൊരിടത്ത് പൗലോസ് പറയുന്നുണ്ട്, എന്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, ഞാൻ ഒറ്റപ്പെട്ടു, പക്ഷെ കർത്താവ് എനിക്ക് തുണ നിന്നു. ഇത് പൗലോസിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഇത് അന്വർത്ഥമാണ്. ഈ പടക്കളത്തിൽ, യുദ്ധക്കളത്തിൽ, വിശ്വാസ ഗോളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായിട്ട് വരും.
അവിടെ പരിഭവിച്ചിട്ട് കാര്യമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു, എന്നെ കാണാൻ ആരും വന്നില്ലല്ലേ, എന്നെ ഫോണിൽ വിളിച്ച് എന്റെ വിശേഷങ്ങൾ അറിയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പരിഭവിച്ചിട്ട് കാര്യമില്ല. ആ നിലയിലും ദൈവം നമ്മളെ പടക്കളത്തിൽ നിർത്തിയിരിക്കുകയാണ് എന്ന ഉത്ബോധം നമുക്കുണ്ടായാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് മകൻ, രണ്ടാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് പടയാളി. മകൻ വളരണം, പടയാളിയാകണം. മൂന്നാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് മല്ലുകെട്ടുന്നവൻ. മല്ലുകെട്ടുക, ഒറ്റയ്ക്ക് ഈ പടക്കളത്തിൽ നിന്ന് ഒറ്റയ്ക്ക് എതിരാളിയോടുകൂടി മല്ലുകെട്ടുന്ന അനുഭവമാണ്. ഇനി നാലാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് 5-ാം വാക്യത്തിലുണ്ട്. 5-ാം വാക്യം, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന 6-ാം വാക്യം, ക്ഷമിക്കണം, 6-ാം വാക്യം. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നു, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ, ഹസ്ബൻഡ്മാൻ, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. വയലിൽ പലർക്കും പല വിധത്തിലുള്ള ജോലികളാണ്. ചിലക്ക് കട്ട നിരത്തുന്ന ജോലിയാണ്, മറ്റു ചില കട്ട ഉടയ്ക്കുന്ന ജോലിയാണ്, വേറെ ചിലർക്ക് നിലം ഒരുക്കുന്ന ജോലിയാണ്, വേറെ ചിലർക്ക് വിത്ത് പാകുന്ന ജോലിയാണ്, മറ്റു ചിലര് വെള്ളം പമ്പ് ചെയ്യുന്ന ജോലിയാണ്, കള പതിച്ചു കളയുന്ന ജോലിയാണ്. ഇവരെല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട്, അത് കൊയ്ത്ത് ദിവസമാണ്. അന്ന് ഈ തൊഴിലാളികളെല്ലാം ഈ വയലിൽ ആരെല്ലാം അധ്വാനിച്ചിട്ടുണ്ടോ അവരെല്ലാം ഒന്നിച്ച് സന്തോഷിക്കുന്ന ദിവസമാണ് കൊയ്ത്തിന്റെ ദിവസം. ഇതുപോലെ നമ്മളെ കർത്താവിന്റെ നല്ല വയലിൽ ഓരോ ജോലികൾ ഏൽപ്പിച്ച് നമ്മളെ ആക്കിയിരിക്കും. വിവിധങ്ങളായ ജോലികൾ ഈ വയലിനകത്തുണ്ട്. ഒരാളെ കൊണ്ട് മാത്രം എല്ലാ ജോലിയും ചെയ്യാൻ ഒക്കത്തില്ല. ഈ വയലിൽ ഓരോരുത്തർക്ക് ഓരോ ജോലിയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലക്ക് കട്ട നിരത്തുന്ന ജോലിയായിരിക്കാം, മറ്റു ചിലക്ക് കളപതിച്ച് കളയുന്ന ജോലിയായിരിക്കാം, വേറെ ചിലർക്ക് വിത്ത് പാകുന്ന ജോലിയായിരിക്കാം. എന്തായാലും കൊയ്ത്തിന്റെ ദിവസം ഒന്നിച്ച് സന്തോഷിക്കുവാൻ തക്കണം നമുക്കിടയാകും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നട്ടവനും നടുന്നവനും ഏതുമില്ല, വളരുമാതാക്കുന്ന ദൈവമാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അപ്പോൾ നാലാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് ഹസ്ബൻഡ്മാൻ, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. അപ്പോൾ ഈ വയലിൽ നാം അധ്വാനിക്കുന്നു, നമുക്കെല്ലാവർക്കും പ്രതിഫലം വീതിക്കുന്ന ഒരു സുദിനമുണ്ട്, കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ. അന്ന് നാം ഇവിടെ കർത്താവിന് വേണ്ടി എന്തെല്ലാം അധ്വാനിച്ചോ, ചെലവിട്ടോ, ചെലവായി പോയോ, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ശുശ്രൂഷകളിൽ കൂടിയും എങ്ങനെയെല്ലാം കർത്താവിന് വേണ്ടി നാം ചെലവിട്ടോ, അധ്വാനിച്ചുവോ, അതൊന്നും മറന്നു കളയാതെ നാം ചെയ്ത അധ്വാനത്തിനൊത്തവണ്ണം സഭയുടെ നാഥനിൽ നിന്ന് നമുക്ക് പ്രതിഫലം ഏറ്റുവാങ്ങുവാനായിട്ട് കഴിയും. അഞ്ചാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് 15-ാമത്തെ വാക്യം. 15-ാം വാക്യം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. വേലക്കാരൻ, നമ്മുടെ വേലക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വർക്ക്മാൻ. ഈ വർക്ക്മാൻ എന്ന് പറയുന്നത് തന്നെ സ്കിൽഡ് വർക്കർ എന്ന നിലയിലാണ്. അല്ലാതെ ഈ തോട്ടം തൊഴിലാളിയോ വക കീറുന്നവനോ അങ്ങനെ ഒരു വേലക്കാരൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്കിൽഡ് വർക്കർ. ഒന്നും കൂടെ വിശദീകരിച്ചാൽ, ആശാരി തടിയിൽ പണി ചെയ്യുന്നു, അതല്ലാതെ കൊണ്ടും കഴിയത്തില്ല. കൊല്ലൻ ഇരുമ്പിൽ പണി ചെയ്യുന്നു, അതല്ലാതെ കൊണ്ടും കഴിയത്തില്ല. ഗോൾഡ് സ്മിത്ത് സ്വർണത്തിൽ വേല ചെയ്യുന്നു, അതെല്ലാവരെ കൊണ്ടും കഴിയത്തില്ല. അതിന് സ്കില്ല് വേണം. ആ സ്കിൽഡ് വർക്കർ എന്ന നിലയിലാണ് ഇവിടെ വേലക്കാരൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിളിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ, സമാഗമന കൂടാരം പണിയുവാൻ ബസലേലിനെയും ഒഹലിയാബിനെയും ജ്ഞാനാത്മാവിനാൽ ദൈവം നിറച്ചു, സങ്കൽപ്പിച്ചുകൊണ്ട് പണി ചെയ്യുവാൻ.
ആ ജ്ഞാനം കൊണ്ടാണ് അവരും അവരോടൊപ്പം മറ്റീലരും കൂടെ ചേർന്ന് മനോഹരമായ സമാഗമന കൂടാരം, അതിനകത്തെ ഉപകരണങ്ങൾ അതെല്ലാം പണിയുവാൻ കാരണം ദൈവം ആ ജ്ഞാനം കൊണ്ട് അവരെ നിറച്ചത് കൊണ്ടാണ്. ഈ നിലയിൽ പുതിയ നിയമ പണിക്കും ദൈവം തന്റെ ജ്ഞാനം കൊണ്ട് തന്റെ ദാസീദാസന്മാരെ നിറച്ച ജ്ഞാനത്തോടുകൂടി പണി ചെയ്യുന്നു. ഈ ജ്ഞാനം വിട്ടുപോയാൽ, പരിജ്ഞാനം വിട്ടുപോയാൽ പണി കുഴയുവാനിടയായി തീരും, പണി ഭംഗിയായി തീരുകയില്ല. അപ്പോൾ ഏതൊരു പണിയുടെയും പിന്നിൽ സ്കിൽഡ് വർക്കേഴ്സ് വളരെ അത്യാവശ്യമാണ്. വരും വരായികൾ മുന്നമേ തന്നെ നോക്കി കണ്ടുകൊണ്ട് പണി ചെയ്താൽ ആ പണി വളരെ മനോഹരമായി തീരും. ആ വലിയ പരിജ്ഞാനവും കൃപയും ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്കിൽഡ് വർക്ക്മാൻ. അത് ഒരു ക്രിസ്ത്യൻ കോളിംഗ് ആണ്. ആ നിലയിൽ ദൈവം നമ്മെ വിളിച്ച് ഈ വേലയ്ക്ക് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഒന്നാം മകൻ, അതാണ് ഒന്നാമത്തെ കോളിംഗ്. സ്വർഗീയ കുടുംബത്തിൽ നാം ജനിച്ചു, മകനായി തീർന്നു. ആ മകൻ മകനായി തന്നെ ഇരിക്കുകയല്ല, മകൻ വളരുന്നു, പുരുഷത്വം പ്രാപിക്കുന്നു, അവൻ നല്ല പടയാളിയായി മാറുന്നു. ഈ പടക്കളത്തിൽ അവനെ പടചേർക്കുന്നു. മൂന്നാമത്തെ കോളിംഗ്, പടയാളികളോടുകൂടെ സൈന്യത്തിന്റെ നായകനുണ്ട്, കൂട്ടു പടയാളികളുണ്ട്, മുമ്പിലും പുറകിലും ഒക്കെ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷെ മൂന്നാമത്തെ കോളിംഗിൽ ഇതൊന്നുമില്ല. അവൻ ഒറ്റയ്ക്കാണ് ഈ ഗോദായിൽ അവൻ ഇറങ്ങി നിൽക്കുന്ന, മല്ല് കെട്ടുവാൻ തക്കോണം ഒറ്റയ്ക്ക് ഇറങ്ങി നിൽക്കുക. ആരുപോലും അവനെ സഹായിപ്പാനില്ല. അവൻ ഒറ്റയ്ക്കെതിരാളിയുമായിട്ട് അവൻ മല്ല് കെട്ടുന്നു. അങ്ങനൊരു വിളിയും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇട്ടിട്ടുണ്ട്. ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ സഭയിലായാലും പ്രവർത്തന മണ്ഡലങ്ങളിലായാലും ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ അവിടെ കർത്താവ് നമുക്ക് തുണ നിൽക്കും. പൗലോസ് പറഞ്ഞതുപോലെ കർത്താവ് എനിക്ക് തുണ നിന്നു. നാലാമത്തെ വിളി ഹസ്ബൻഡ്മാൻ, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. ഇവിടെല്ലാം ഓരോ വിശേഷണ പദവും നമ്മൾ കാണുന്നുണ്ട്. പടയാളികളുടെ ബന്ധത്തിൽ നമ്മൾ കണ്ടത് നല്ല ഗുഡ് സോൾജർ, പടക്കളത്തിൽ ഉഴപ്പി നിൽക്കുന്ന പടയാളികളുമുണ്ട്. അത് അന്യഗോളത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ജീവനെ തിണവൽ ഗണിച്ചുകൊണ്ട് പടക്കളത്തിൽ നിന്ന് അടലാടുന്ന നല്ല പടയാളികളുമുണ്ട്. ദാവീദ് മരണത്തോടടുത്തപ്പോൾ തന്നോടൊപ്പം നിന്ന പടയാളികളെ, സേനാ നായകന്മാരെ ഒക്കെ ബഹുമാനിക്കുന്നുണ്ട്, അവിടെ പേര് പറഞ്ഞ് ആദരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ എലയാസാരിനെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. വാൾ കൈയോട് പറ്റിച്ചേരുന്നിടം വരെ അവൻ ഫിലിസ്തീയർക്കെതിരായിട്ട് പടപൊരുതി എന്ന് വെച്ചാൽ അവന്റെ വിരലുകൾ വാളുമായിട്ട് പറ്റിച്ചേർന്ന കൈവിരലുകൾ നിവർത്തുവാൻ കഴിയാത്തതുപോലെ ആ നിലയിൽ അവന്റെ കൈവിരലുകൾ നിർജീവമായി ശത്രുവിനോടുള്ള പടക്കളത്തിൽ. ഒരു ക്ഷമയെ പറ്റി ദാവീദ് പറയുന്നുണ്ട്. ചെറുപാട് കാത്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രു സൈന്യം വന്നു. ആ ക്ഷമ ഒറ്റയ്ക്ക് നിന്ന് ശത്രു സൈന്യത്തെ തുരത്തി ഓടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഗുഡ് സോൾജേഴ്സ് ദാവീദിന്റെ കാലത്തുമുണ്ട്, ഈ കാലത്തുമുണ്ട്. ആ നല്ല ദാവീദ് ആ നല്ല പടയാളികളെ മറന്നു കളയാതെ ആദരിച്ചെങ്കിൽ നമ്മുടെ നല്ല ദാവീദ്, നമ്മുടെ നല്ല കർത്താവ്, നല്ല പടയാളികളായി കർത്താവിനോടൊപ്പം ഇന്ന് യുദ്ധസേവ ചെയ്യുന്നവരെയും അവൻ ഒരിക്കലും മറന്നു കളയുന്നവനല്ല. അപ്പോൾ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അനുഭവങ്ങൾ. നമ്മുടെ കർത്താവും ഒറ്റയ്ക്കാണ് ക്രൂശിന്മേൽ കഷ്ടതയെല്ലാം സഹിച്ചത്. സ്നേഹിതന്മാരാരും അവനോടൊപ്പം അവനെ സഹകരിപ്പിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്തിനുവനെ ക്രൂശിക്കുന്നു എന്ന് ചോദിക്കുവാൻ ആരുടെ നാം അനങ്ങിയില്ല. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞാണ് കുടിപ്പാൻ കൊടുത്തത്. ഒരിറ്റു വെള്ളം കൊടുക്കുവാൻ ആരുടെയും കരങ്ങൾ ചലിച്ചില്ല. അവൻ ഒറ്റപ്പെട്ടു.
ഏകനായി ക്രൂശിൽ അവൻ കിടക്കുകയാണ്. മനുഷ്യ തള്ളി പിതാവായ ദൈവവും ക്രൂശിൽ പുത്രനെ കൈവിട്ടുകൾ. അപ്പോൾ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, മല്ലുകെട്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഗുരുനാഥനായ യേശുവിനെ വേണം ആ തരുണങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുവാൻ. നാലാമത്തെ ക്രിസ്ത്യൻ കോളിംഗ്, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. അവിടെ ഈ അധ്വാനിക്കുന്ന എന്ന പദം വിശേഷണ പദമായി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 4, വേലക്കാരൻ. എങ്ങനെയുള്ള വേലക്കാരൻ? ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ. കർത്താവ് നമ്മളോട് കാര്യം തീർക്കുന്ന നാളിൽ അവന്റെ മുമ്പിൽ തല കുനിഞ്ഞു പോകാതിരിക്കത്തക്കവണ്ണം ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നമ്മളെ ഏൽപ്പിച്ച വേല തിടുക്കത്തോടെ വിശ്വസ്തയോടുകൂടി തീർക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ആ വാക്യത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. പകലുടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ. 6ാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് 21ാം വാക്യത്തിന്റെ ഒടുവിലുണ്ട്. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഗുഡ് വെസൽ. അതൊരു ക്രിസ്ത്യൻ കോളിംഗ് ആണ്. ഗുഡ് വെസൽ. ഹീനപാത്രമുണ്ട് ഒരു വീട്ടിൽ. ഹീനപാത്രവുമുണ്ട്, മാനപാത്രവുമുണ്ട്. വീടിനകത്ത് സ്ഥാനം പിടിക്കാതെ വെളിയിൽ കിടക്കുന്ന പാത്രങ്ങളുണ്ട്. അതാണ് ഹീനപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ വീടിനകത്ത് പ്രത്യേക പരിഗണന കൊടുത്ത് സൂക്ഷിക്കുന്ന, വച്ചിരിക്കുന്ന ഗുഡ് വെസൽസുമുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, നമ്മളെ മാനപാത്രമായിട്ട് കർത്താവ് നമ്മളെ അതിനെന്ത് ചെയ്യണം? വിട്ടകലേണ്ടതിനെ ഒക്കെ വിട്ടകലണം, വെടിപ്പാക്കണം. വിശുദ്ധമായി ഉടമസ്ഥന് ഉപയോഗമായ നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം. അപ്പോൾ ഒരു പാത്രം മാനപാത്രമാകണമെങ്കിൽ വിട്ടകലേണ്ടതിനെ ഒക്കെ വിട്ടകലണം, വിശുദ്ധീകരണം പ്രാപിക്കണം. അത് മാത്രമല്ല, യജമാനൻ എപ്പോഴും കൈ നീട്ടുമ്പോൾ അപ്പോഴെല്ലാം യജമാനന്റെ ഹൃദയത്തിന് വിധേയപ്പെടുന്ന പാത്രത്തെയാണ് മാനപാത്രം എന്ന് പറയുന്നത്. കർത്താവ് നമ്മളെ എപ്പോൾ വിളിച്ചാലും കർത്താവിന്റെ ഹിതം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന പാത്രമാണ് മാനപാത്രം. ശൗലിനെ സ്നാനപ്പെടുത്തുവാൻ ഒരു ശിഷ്യനെ അന്വേഷിച്ചപ്പോൾ കർത്താവ് വിളിക്കുമ്പോൾ അടിയൻ ഇതാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആ ശിഷ്യനെ കൊണ്ടാണ് ശൗലിനെ സ്നാനത്തിലേക്ക് നയിച്ചത്. എത്യോപ്യക്കാരനായ ധനകാര്യമന്ത്രി ആ വലിയ മനുഷ്യനെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ ഫിലിപ്പോസ് എന്ന സുവിശേഷകനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. കാരണം യജമാനന് ഹിതമാ മായ വഴിയിലേക്ക് ഈ ഫിലിപ്പോസിനെ അയക്കുമ്പോൾ എന്തിനാണ് ഫിലിപ്പോസിനെ അയച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ പെട്ടെന്നുള്ള ഉത്തരം എത്യോപ്യക്കാരനായ ധനകാര്യമന്ത്രിയുടെ മാനസാന്തരം, അവന്റെ സ്നാനം. അപ്പോൾ തന്നെ അതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗസയിൽ വച്ചാണ് ഒരു അഭിഷിക്തന്റെ കണ്ണ് കുത്തി പൊട്ടിക്കപ്പെടുന്നത്. ഒരു അഭിഷിക്തൻ ചെമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നത് ഈ ഗസയിൽ വെച്ചാണ്. അഭിഷിക്തനായ ന്യായാധിപനായ ശിംശോന്റെ കണ്ണ് പൊട്ടിക്കപ്പെടുന്നത് ഗസയിൽ വെച്ചാണ്. ആ ഗസയോട് ദൈവത്തിനൊരു വ്യവഹാരമുണ്ട്. ആ ദേശത്തോടും ആ ഭൂമിയോടും ദൈവത്തിന് കണക്ക് തീർക്കാനുണ്ട്. ഒരു അഭിഷിക്തന്റെ കണ്ണ് ഗസയിൽ കുത്തിപ്പൊട്ടിക്കപ്പെട്ട സ്ഥാനത്ത് മറ്റൊരുത്തിന്റെ കണ്ണ് അവിടെ വച്ച് തന്നെ തുറക്കേണ്ടത് ദൈവത്തിന്റെ നീതിയാണ്. അങ്ങനെ ഫിലിപ്പോസിനെ ഗസയിലേക്ക് അയച്ച ഗസയിലെ നിർജ്ജനമായ വഴിയിൽ വച്ചാണ് ആ ധനകാര്യ മന്ത്രിയുടെ കണ്ണ് തുറക്കപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നു.
അപ്പൊ ദൈവത്തിന് ഓരോ ഉദ്ദേശം നമ്മൾ ബാഹ്യമായി പലത് കാണുമ്പോൾ ആത്മ മണ്ഡലത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യക്ഷത്തിൽ കാണുന്ന അസ്ഥികളോട് പ്രവാചകൻ പ്രവചിച്ചു യെഹെസ്കേൽ. അത് കഴിഞ്ഞ ഉടനെ കണ്ണിന് കാണാനില്ലാത്ത കാറ്റിനോടും പ്രവചിച്ചു. കാണാൻ കഴിയുന്ന അസ്ഥിയോട് പ്രവചിച്ച ദൈവദാസൻ കാണാൻ കഴിയാത്ത കാറ്റിനോടും പ്രവചിച്ചു. ഇപ്പൊ കാണാൻ കഴിയാത്ത ആത്മ മണ്ഡലത്തിൽ വൻ കാര്യങ്ങൾ നടക്കുകയാണ്. നമ്മുടെ പ്രേലയിൽ കൂടിയായാലും പ്രസംഗത്തിൽ കൂടിയായാലും ആത്മ മണ്ഡലത്തിൽ ദൈവം വലിയവ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മടങ്ങി വരുന്നു. മാനപാത്രം, വെസൽ ആൻഡ് ഹോണർ. ഒരു പാത്രം മാനപാത്രമാകുവാൻ വിട്ടോടേണ്ടതിനെ വിട്ടോടേണം, വിശുദ്ധീകരിക്കണം. ഉടമസ്ഥന് ഉപയോഗമായ നല്ല വേലയ്ക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ഗുഡ് വെസൽ, മാനപാത്രം. ഈ അധ്യായത്തിലെ 7-ാമത്തേതും ഒടുവിലത്തേതുമായ കോളി 24-ാം വാക്യം. കർത്താവിന്റെ ദാസൻ ചണ്ട കൂടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി എത്ര ഇരിക്കേണ്ടത്. കർത്താവിന്റെ ദാസൻ, സർവന്റ് ഓഫ് ദ ലോർഡ്. ഇവിടെ സർവന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ലേവ് എന്നുള്ള അർത്ഥത്തിലാണ്. അടിമ. അടിമയ്ക്ക് അവന്റേതായിട്ടൊന്നുമില്ല. അടിമയുടെ മുഴുവനും യജമാനന്റേതാണ്. എന്റേതെന്ന് പറയാൻ അടിമയ്ക്കൊന്നുമില്ല. ഈ അടിമയെ യജമാനൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. നമ്മളെ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം നാം ശ്രദ്ധിച്ചാൽ അവിടെ 3 വിധത്തിലുള്ള അടിമകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ ആദ്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഏകനായി വന്നുവെങ്കിൽ ഏകനായി ഒന്നാമത്തെ അടിമയെ നമ്മൾ കാണും. ഈ അടിമയുടെ പേര് പോർട്ട്സ്ലേവ്, വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ. അടിമച്ചന്തയിൽ ചെന്ന് അടിമകളെ വിലയ്ക്ക് വാങ്ങാം. അങ്ങനെ ഒരു എബ്രായ ദാസനെ അടിമച്ചന്തയിൽ ചെന്ന് വിലയ്ക്ക് വാങ്ങിയാൽ 6 വർഷത്തേക്കാണ് വിലയ്ക്ക് വാങ്ങുന്നത്. 7-ാം വർഷം അവനെ സ്വതന്ത്രനായിട്ട് അങ്ങ് വിട്ടേക്കാം. ഈ വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ ബോട്ട്സ്ലേവ്, വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ. ഇനി 2-ാമത്തെ അടിമ ഞാൻ വായിക്കാം, 3-4 വാക്യങ്ങൾ. അവൻ ഏകനായി വന്നു എങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നു എങ്കിൽ ഭാര്യ അവനോടുകൂടെ പോകട്ടെ. അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയും പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനൻ ഇരിക്കണം, അവൻ ഏകനായി പോകണം. ഇവിടെ 2-ാമതൊരു കൂട്ടം അടിമകളെ കാണുക. ജനിച്ച അടിമകൾ. ഒരടിമയെ ഈ യജമാനൻ അടിമച്ചന്തയിൽ ചെന്ന് വാങ്ങിച്ചു. ഈ വലിയ യജമാനന് ഇഷ്ടംപോലെ ആൺകുട്ടികളുമുണ്ട്. ഈ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഈ അടിമയ്ക്ക് ഈ യജമാനൻ തന്റെ അടിമയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഭാര്യയായി കൊടുത്തു. ഈ 6 വർഷം കൊണ്ട് 2-3 കുഞ്ഞുങ്ങള് അടിമയ്ക്ക് ജനിച്ചു കാണും. 7-ാം വർഷം ഇവനെ ഏകനായിട്ടാണ് വാങ്ങിച്ചത് കൊണ്ട് ഇവനെ മാത്രം പറഞ്ഞയക്കും, ഭാര്യയും മക്കളെയും അവന്റെ കൂടെ അയക്കത്തില്ല. ആ ജനിച്ച അടിമകൾ യജമാനന്റെ വകയാണ്. ആ കുഞ്ഞുങ്ങൾ വളരും. യജമാനൻ അവരെ അടിമകളായിട്ട് വേലയിപ്പിക്കും. ഈ അടിമയുടെ പേരാണ് ബോൺ സ്ലേവ്സ്, ജനിച്ച അടിമ. 1 ബോട്ട് സ്ലേവ്സ്, വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ. 2 ബോൺ സ്ലേവ്സ്, ജനിച്ച അടിമ. ഇനി 3-ാമത്തെ അടിമ 5-6 വാക്യങ്ങൾ. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ
ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിന്റെയോ കട്ടളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തിത്തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന്റെ ദാസനായിരിക്കുകയാണ്. ഇതാണ് മൂന്നാമത്തെ അടിമ. അടിമയാക്കപ്പെട്ട അടിമ, ബോണ്ട് സ്ലേവ്, അടിമയാക്കപ്പെട്ട അടിമ. ഈ ദാസൻ പറയുകയാണ്, ഞാൻ പോകുന്നില്ല, ഞാൻ എന്റെ യജമാനെ സ്നേഹിക്കുന്നു, എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, എന്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് തീർത്തു പറഞ്ഞാൽ, എല്ലാ യജമാനന്മാരും ക്രൂരന്മാരല്ല, നല്ല നല്ല യജമാനന്മാരും. അപ്പോൾ ഈ നല്ല യജമാനെ വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ യജമാനെ സ്നേഹിക്കുന്നു, എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, എന്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന അവന്റെ കാത് സൂചി കൊണ്ട് കട്ടളിയോടെ ചേർത്ത് കിഴിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്നേക്കും അടിമ. പിന്നെ അവന് അവിടെ വിട്ട് പോകേണ്ട കാര്യമില്ല. അടിമയാക്കപ്പെട്ട അടിമ. ഒന്ന്, വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ. രണ്ട്, ജനിച്ച അടിമ. മൂന്ന്, അടിമയാക്കപ്പെട്ട അടിമ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും അനർത്ഥമാണ്. പിശാചിന്റെ അടിമച്ചന്തയിൽ വിലപേശി കടന്ന നമ്മെ നല്ല യജമാനനാകുന്ന കർത്താവ് കടന്നു വന്ന പൊന്നെ വെള്ളി മുതലായ വസ്തുക്കൾ അല്ല വിലയായി കൊടുത്തത്, ചങ്കിലെ സ്വന്തം രക്തം വിലയായി കൊടുത്തത്. നമ്മെ അവനായിട്ട് വിലയ്ക്ക് വാങ്ങി. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമയാണ്. കർത്താവ് നമുക്ക് തലമുറകളെ തന്നു. അവരും ദൈവഭയത്തിൽ വളർന്നു വരുന്നു. അവരും ഈ യജമാനു വേണ്ടി പ്രയോജനപ്പെടുന്നു. അവർ ജനിച്ച അടിമകളാണ്. അവരും ഒരളവിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ തന്നെയാണ്. മൂന്നാമത്തെ അടിമ, അടിമയാക്കപ്പെട്ട അടിമ. നല്ല യജമാനെ നാം രുചിച്ചറിഞ്ഞപ്പോൾ, നാഥാ നിന്നെ വിട്ട് ഞങ്ങൾ ഇവിടെ പോകേണ്ടു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് എന്ന് പത്രോസ് പറഞ്ഞതുപോലെ നമ്മളും പറഞ്ഞ നമ്മളെ തന്നെ അടിമയാക്കി അവനായി വിധേയപ്പെട്ട് കഴിയുമ്പോൾ നാം അടിമയാക്കപ്പെട്ട അടിമയാണ്. ഏഴാമത്തെ ക്രിസ്ത്യൻ കോളിംഗ്, ദാസൻ, സർവൻ, സ്ലേവ്. മകനെ തുടങ്ങി അടിമയിൽ അവസാനിക്കുക. യജമാനൻ എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന അനുഭവം. കന്യകമറിയാമന്റെ അടുക്കൽ വന്ന ഒരു വലിയ കാര്യം പറഞ്ഞപ്പോൾ അവളുടെ മറുപടി, ഞാൻ കർത്താവിന്റെ ദാസി, എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ് അവൾ ഏൽപ്പിച്ചു കൊടുത്തത്. വരും വരായികകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ആ ദൈവശബ്ദത്തിന് അവൾ വിധേയപ്പെട്ടത്. പുരുഷനെ അറിയാത്തവൾ, വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുന്നവളാണ്. ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും, മരണമാണ് മുമ്പിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു ചോദ്യം ചെയ്യാതെ ദൈവഹിതത്തിനായി സമർപ്പിച്ചതുപോലെ, ദൈവഹിതം എന്തോ വരും വരായികൾ ഒന്നും കണക്കാക്കാതെ ദൈവഹിതത്തിനായിട്ട് നമ്മളെയും സമർപ്പിച്ച നല്ല ദാസീദാസന്മാരായി നമ്മുടെ ജീവിതകാലം മുന്നോട്ട് നയിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വജീവിതാവേ, പ്രഭാത സമയത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളെ എങ്ങനെയൊക്കെ വിളിച്ചു എന്ന് ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അവിടെ ഞങ്ങളെ മക്കളാക്കി തീർത്ത സ്നേഹത്തിനായി സ്തോത്രം. ഈ പടക്കളത്തിൽ അടരാണ് നല്ല പടയാളികളാക്കി ഞങ്ങളെ നിർത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഒറ്റപ്പെടുന്ന അനുഭവങ്ങളും ഒറ്റപ്പെട്ട് ശത്രുവുമായി മല്ലുകെട്ടുന്ന അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് തുണിയായി നിന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. വിശ്വാസം കൈവിട്ടു പോകുവാൻ ഇടയാകാതെ വണ്ണം ഞങ്ങളെ അവിടെ നിന്ന് താങ്ങിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ വയലിൽ അധ്വാനിക്കുവാൻ കൃഷിക്കാരാക്കി ഞങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ച വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. അത് വളരെ ഭംഗിയായി ചെയ്യുവാൻ തക്കണം കർത്താവ് ഇടയാക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിനൊത്തോണം പ്രതിഫലം വീതിക്കുന്ന ഒരു നല്ല ദിവസം മുന്നിലുണ്ട്. ആ നല്ല നാളേക്കായി ഞങ്ങൾ ആവലോടെ കാത്തു നിൽക്കുന്നേ കർത്താവേ. കർത്താവേ, ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതായ കൃപയും പരിജ്ഞാനവും അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നല്ല മാനപാത്രങ്ങളാക്കി ഞങ്ങളെ അവിടെ നിന്ന് കണ്ടിരിക്കാൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അശുദ്ധി സംഭവിക്കാതെ വണ്ണം, ഹീനപാത്രമായി മാറാതെ വണ്ണം കർത്താവേ, മാനപാത്രങ്ങളായി തന്നെ അവിടെ നിന്ന് എപ്പോഴെല്ലാം ഞങ്ങളെ കൈ നീട്ടി എടുക്കുവാൻ ശ്രമിക്കുന്നുവോ
കൈകൾ കിണങ്ങിയവരായി നിലകൊള്ളുവാൻ തക്കവണ്ണം കർത്താവെ അനന്യാസിനെ പോലെ അടിയനിതാ എന്ന് പറയുന്ന ആ മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞങ്ങൾ തിരുമനയോടെ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അങ്ങയുടെ അടിമയാളാക്കി കർത്താവെ ഞങ്ങളെ നിർത്തിയിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടൊന്നുമില്ല, ഞങ്ങളുടേതെല്ലാം അങ്ങയുടെ വകയാണ് കർത്താവെ. ഒരു വട്ടം കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ഇന്ന് വാൽക്കാലം തുടർന്ന് നടക്കുന്ന എല്ലാ സെക്ഷനുകളിലും അവിടുത്തെ കൃപ പകരണമേ. ഇപ്പോൾ വചനം കേട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ എന്നാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രയത്നം കർത്താൽ വ്യക്തമല്ല എന്നറിഞ്ഞ അവിടുത്തെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാൻ തുടർന്ന് ഞങ്ങൾക്ക് എല്ലാം സംഗതി വരുത്തണമേ. കാലസംഭവങ്ങളൊക്കെ കർത്താവെ കൊയ്ത്തിന്റെ കാലം അടുത്തു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തലകളെ ഉയർത്തുന്ന കർത്താവെ അവിടുത്തെ കാലൊച്ച ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളെ തന്നെ ഒതുക്കി, അനേകതയെ ഒതുക്കി ആയുസിന്റെ കാലം ഭയത്തോടെ വിതയിലൂടെ കഴിച്ചു കൂട്ടുവാൻ കൃപ തന്നു വഴിയണത്തണമേ. മാനവമഹത്വം കുഴിച്ച് ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പുനഃപിതാവേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനചിന്ത രാവിലെ സമയം ലഭിക്കാനിടയായിരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ 7 വിധത്തിലുള്ള വിളികളെ കുറിച്ച് നമുക്ക് ശക്തമായി രാവിലെ സമയം കേൾപ്പാനിടയായിരുന്നു. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിലൂടെ വചനം വിശ്വസിച്ച കർത്തദാസൻ പാസ്റ്റർ എം.എ. ജോൺ അവരുടെ പ്രത്യേക നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രയലിന്റെ പേരിൽ ആദ്യമായി അറിയിക്കുന്നു. കർത്തദാസന്റെ ശുശ്രൂഷ ഈ പ്രയലിന് വലിയ അനുഗ്രഹമാണ്. ഈ വചന പഠനം ഞങ്ങൾക്ക് അനുഗ്രഹവും പ്രയോജനപ്രദമായി എന്ന് ഒന്നുകൂടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്തദാസന്റെ ശുശ്രൂഷയെ ഓർത്ത് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് ഉറപ്പു തരുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ പാസ്റ്റേഴ്സ് ലേഖനങ്ങൾ നമുക്കത് കൊണ്ട് കേൾപ്പാനിടയായി തീർന്നു. 1-2 തിമോഥെയോസിന്റെ ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനങ്ങളും. അതിൽ 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ ഉള്ള നമ്മുടെ ഒരു ക്രിസ്ത്യാനിയുടെ 7 വിധത്തിലുള്ള വിളികളെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരവും അവകാശവും കൊടുത്തുവെന്ന് യോഹന്നാൻ 1:12 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യമായിട്ട് നമ്മളെ വിളിച്ചത് മകനായിട്ടാണ്. നമുക്കത് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ മക്കളായി തീരുവാനുള്ള അവകാശം ദൈവം തന്നു. ദൈവമക്കൾ എങ്ങനെ ആയി തീർന്നു എന്ന് നമുക്ക് കേട്ടല്ലോ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അതേ മക്കളായി തീരുവാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നു. ഈ വലിയ പദവിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നു. അതെ, നമ്മൾ അങ്ങനെ ജനിക്കപ്പെട്ട മക്കൾ അത് വളർച്ച പ്രാപിക്കണം. എങ്ങനെ വളർച്ച പ്രാപിക്കണം എന്ന് പറഞ്ഞു. 2 പത്രോസ് 3:18 നമ്മൾ കേട്ടു. കൃപയിലും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുന്നവരായിരിക്കണം. ഒരു കുഞ്ഞിന് വളർന്നു വരുന്നത് പോലെ അതിന് 4 ഘടകങ്ങൾ കർത്താവിദാസൻ ഓർപ്പിച്ചു. ഭക്ഷണം, പ്രാണവായു, എക്സർസൈസ്, വിശ്രമം. ഇത് 4 കാര്യങ്ങളും ഒരു ദൈവ പൈതലിന്റെ വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. എന്താണ് നമ്മുടെ ഭക്ഷണം? നമ്മൾ ദൈവദാസൻ ഓർപ്പിച്ചത് വചനം എന്ന മായമില്ലാത്ത പാലെന്ന് നമ്മൾ വായിക്കുന്നു. അത് മാത്രമല്ല, കട്ടിയുള്ള ആഹാരം കഴിക്കുവാൻ പ്രായമാകുമ്പോൾ നാം അത് കഴിക്കുന്നു. ഇതെല്ലാം വചനത്തിലുള്ള ബന്ധത്തിൽ. 2ാമത് നമ്മൾ പ്രാണവായു, നമ്മുടെ പ്രാർത്ഥനയാണെന്ന് കേട്ടു. ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഒരു ദൈവ പൈതലിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമാണ്. ഒരു പ്രാണവായുവിനെ പോലെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇരിക്കട്ടെ. 3ാമത് എക്സർസൈസ്, അത് ശുശ്രൂഷകളുടെ വളർച്ച പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിരുന്നു. വിശ്രമം, ആത്മാവിലെ ആരാധനയാണെന്ന് നമ്മൾ കണ്ടു. ഈ 4 കാര്യങ്ങളും ഒരു ക്രിസ്തീയ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അങ്ങനെ വളർച്ച പ്രാപിക്കുന്നവരിൽ നല്ല പടയാളിയായി തീരുകയാണ്. നല്ല പടയാളി നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു ഗുഡ് സോൾജിയർ, നല്ല പടനായിട്ട് പുരുഷത്വം പ്രാപിച്ച് അങ്ങനെയുള്ള ഒരു പടയാളി എന്ത് ചെയ്യുന്നു പറഞ്ഞത്, എന്നോട് കൂടെ നീ കഷ്ടം സഹിക്കുക. പൗലോസ് പറയുക, നീ നല്ല പഠനായിട്ട് കഷ്ടം സഹിക്കുക, എന്നോട് കൂടെ. 2 തിമോഥെയോസ് 2:3 വാക്യത്തില് അത് കാണുവാനായിട്ട് കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, പടക്കളത്തിൽ പടക്കളത്തിൽ നിൽക്കുന്ന ഒരാള് എങ്ങനെ നിൽക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ശത്രു രാജ്യത്തോട് എതിർക്കുന്ന നമുക്ക് എപ്പോഴും ശാരീരികമായും മാനസികമായും മുറിവേൽക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എങ്ങനെ നിൽക്കണമെന്ന് പ്രത്യേകമായിട്ട് 3 വിധത്തിൽ ശത്രുവിനോട് എതിർത്ത് നിൽക്കണമെന്ന് ദേവദാസൻ നമ്മെ ഓർപ്പിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ശത്രുവിനോട് എതിർത്ത് നിൽക്കണം. 2ാമതായിട്ട് 13ാം വാക്യത്തിൽ കണ്ടു ഉറച്ചു നിൽക്കണം. 16ാം വാക്യത്തിൽ നമ്മൾ കണ്ടു സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽക്കണം. എഫെസ് ലേഖനത്തിന്റെ 6ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. 2ാമതായിട്ട് നമ്മൾ കണ്ടു, അത് 2:3 നമ്മൾ കേട്ടത് മല്ല് കെട്ടുന്നവനായിരിക്കണം. മല്ല് കെട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഒറ്റ
നിൽപ്പ, അതെ, നാം ഏകരായിത്തീരുന്ന ചില അവസ്ഥകൾ, ഒറ്റയ്ക്കുള്ള ദ്വന്ദ്വയുദ്ധം, നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതിന് ഉദാഹരണമായിട്ട് പല കാര്യങ്ങൾ കർത്താവിൻ ദാസൻ ഓർപ്പിച്ചു. അതെ, പൗലോസ് പറഞ്ഞു ഒരിക്കല്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു എന്ന് നമുക്ക് കേൾക്കുവാനായിട്ടിരുന്നു. അതുപോലെ തന്നെ ഫിലിപ്പിന്റെ ലേഖനത്തിൽ പറഞ്ഞു, 1-ാം പ്രതിവാദത്തിൽ എനിക്ക് എല്ലാവരും എന്നെ കൈവിട്ടു, ആരും എനിക്ക് തുണ നിന്നില്ല, എങ്കിലും കർത്താവോ എനിക്ക് തുണ നിന്നു എന്ന് പൗലോസ് തന്നെ നമുക്കൊക്കെ പറയുന്നത് കേൾക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യേണ്ട ഏകരായിത്തീരുന്ന അവസ്ഥകൾ ക്രിസ്തീയ ജീവിതത്തിന്റെ വിളിയിലുണ്ട് എന്ന കാര്യം നമ്മൾ, ഒരു ക്രിസ്ത്യാനിയുടെ വിളിയിൽ ഒറ്റപ്പെടലുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. പലപ്പോഴും ആ ഭാഗം നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല. ഇത്രയും നമ്മൾ കൂടെ നിന്നവരെല്ലാം നമ്മളെ കൈവിടുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥകളും ക്രിസ്തീയ വിളിയിലുണ്ടെന്നുള്ള കാര്യം മറക്കാതെ നിൽക്കാലം അത് ഏറ്റെടുക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 4-ാമതായിട്ട് നമ്മൾ കണ്ട 2:2-6 അധ്വാനിക്കുന്ന കൃഷിക്കാരനെ കുറിച്ച്. വയലിൽ പലർക്കും പലവിധമായ ജോലിയാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. അത് കർത്താവിന്റെ ദാസൻ വിവരിച്ചല്ലോ. പല ജോലികൾ നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ച സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി അതെ നമുക്ക് പ്രവർത്തിപ്പാനായിട്ട് ഇട നൽകട്ടെ. പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതെ, എല്ലാവരും ദൈവത്തിന്റെ കൃഷിക്കാരാ. ഓർത്ത് നോക്കിയ ദൈവത്തിന്റെ കൃഷി, അത് ഒരാൾ പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കുന്ന ദൈവമാണ്. ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു ദിവസം നമുക്കുണ്ട്. അത് നമ്മുടെ കൊയ്ത്ത് ദിവസമാണ്. നമ്മുടെ കർത്താവ് അത് കടന്നു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് സന്തോഷിച്ച് പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അത് നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്ത് നല്ല അന്ത്യം പ്രാപിക്കുവാൻ, പ്രതിഫലം വാങ്ങിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ. 5-ാമതായിട്ട് നമ്മൾ കണ്ടത് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായിട്ടുള്ള വിളി. അത് വർക്കേഴ്സ്, അത് സ്കിൽഡ് വർക്കേഴ്സ് എന്ന് കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചല്ലോ. അങ്ങനെ നല്ല ഭടന്മാർ, നല്ല വേലക്കാരായി, ലജ്ജിപ്പാൻ കഴിയാത്ത നല്ല വേലക്കാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമാഗമന കൂടാരത്തിന്റെ പണിയെക്കുറിച്ച് നമ്മൾ കേട്ടു. ബെസലേലിനെയോ ഒഹൊലിയാബിനെയോ ഒക്കെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ആ പ്രത്യേക പണിക്ക് വേണ്ടി, സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ആ ദിവ്യാത്മാവിനാൽ അവരെ നിറച്ച് അവരെ പണിക്കായി ഏൽപ്പിച്ചു. അതുകൊണ്ട് ഇതുപോലെ കാലം നമുക്ക് ഓർക്കാം, ദൈവം പരിജ്ഞാനം കൊണ്ട് നിറച്ച് ആ വലിയ നിറവിലേക്ക് ദൈവം നമ്മയും കൂട്ടിക്കൊണ്ടുവന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ശത്രുവിനോട് പടപൊരുതുവാൻ നമുക്ക് കഴിയട്ടെ. ഇതുപോലെ കാലം 6-ാമതായിട്ട് നമ്മൾ കണ്ടത് 2 തിമോഥെയോസ് അതിന്റെ 21-ാമത്തെ വാക്യം, ഗുഡ് വെസൽസ്, മാനപാത്രങ്ങളായിട്ട് നമ്മെ വിളിച്ചിരിക്കുക. അത് ഒരു വീട്ടിൽ ഹീനപാത്രങ്ങളും മാനപാത്രങ്ങളും, ഉടമസ്ഥന് എപ്പോഴും ഉപയോഗപ്പെടുന്ന, ഉടമസ്ഥന് നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രങ്ങളായിട്ടുള്ള വിളി. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കർത്താവിന്റെ ഹിതം ചെയ്യുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന പ്രവർത്തകരായി നമ്മെ തീരട്ടെ. അതിന് പ്രധാനമായിട്ട് നമ്മൾ കേട്ടു, പൗലോസിൻ നമുക്കറിയാം, ശൗല് കടന്നു ചെന്ന സ്ഥാനത്ത് സ്നാനപ്പെടുത്തുവാനായിട്ട് ഒരു അനന്യാസിനെ, പ്രാർത്ഥിക്കുന്ന ഒരു അനന്യാസിനെ കണ്ടു. അത് കർത്താവ് ആദ്യമൊക്കെ നമുക്കറിയാം, ഭാഗം വായിക്കുമ്പോൾ അനന്യാസ് പിന്നീട് അതിനായിട്ട് ഒരുക്കപ്പെട്ട് കടന്നു പോകുന്നു. അതുപോലെ തന്നെ നല്ല ശുശ്രൂഷ ചെയ്ത, വലിയ ഉണർവ് യോഗം നടത്തിക്കുന്ന ഫിലിപ്പോസിനെയാ ഗസയിലേക്ക് പറഞ്ഞു വിട്ടത്, അവിടെ ആരുമില്ലാത്ത മരുഭൂമിയിലേക്ക്. അവിടുത്തെ അതിന്റെ കാര്യം കർത്താവിന്റെ ദാസൻ നമ്മെ ഓർപ്പിച്ചല്ലോ. അവിടെ വെച്ചാണ് ശിംശോനെ ചങ്ങലയിട്ടതും അതുപോലെ തന്നെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചതും. അവിടെ വെച്ച് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി, ഒരുവന്റെ കണ്ണ് തുറക്കുവാൻ എത്യോപ്യ രാജ്യയുടെ ഷണ്ണനായ ആ ധനകാര്യ മന്ത്രിയുടെ കണ്ണ് തുറന്നത് ഗസയിൽ വെച്ചാണ്. ഇന്ന് പകൽക്കാലം കേട്ട ഈ ദൈവത്തിന്റെ വചനം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാ. അതുപോലെ തന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന് ഹിതകരമായി, കർത്താവ് ഇന്ന് എപ്പോൾ ആഗ്രഹിക്കുന്നുവോ കർത്താവിന്റെ ഹിതം പൂർണ്ണമായി ചെയ്യാൻ, ചോദ്യം ചെയ്യാതെ കർത്താവിനെ അനുസരിപ്പാനായി വിളിക്കപ്പെട്ട മാനപാത്രങ്ങളാണ് നാം എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ. 7-ാമതായിട്ട് നമ്മൾ ഒടുവിലായിട്ട് നമ്മൾ കേട്ടത്, നാം കർത്താവിന്റെ ദാസനാണ്, അടിമയാണ്. ദാസൻ എന്ന് പറയുന്നത് നമുക്കറിയില്ല, ഒരു അടിമയാണ്. അടിമയ്ക്ക് തൻ്റെതായിട്ടൊന്നും പറയുവാനില്ല, സ്വന്തമെന്ന് പറയുവാൻ അവനൊന്നുമില്ല. അവനുള്ളതല്ല യജമാനൻ്റെത്. യജമാനുള്ളതൊക്കെ അവന്. എന്നാൽ നമ്മൾ പറഞ്ഞാൽ ഓർത്ത് നോക്കിക്കുക, മകനല്ലല്ലോ അവന്, ദാസന. എപ്പോഴും അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അങ്ങനെ കർത്താവിന്റെ നല്ല ദാസന്മാരായി തീരുവാൻ ഞാൻ ഇത് മറിയേൽപ്പിച്ചു കൊടുത്തു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. വളരെ പ്രതികൂലങ്ങൾ മുൻപിലുണ്ട്, നമുക്കറിയാം. വളരെ മരണമാണ് മുൻപിൽ ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത്. എങ്കിലും കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു നമ്മൾക്കുള്ളത്. വിലയ്ക്ക് അതുപോലെ തന്നെ നമ്മൾ കേട്ടല്ലോ, അടിമയെക്കുറിച്ച് 3 കാര്യം ദേവദാസൻ നമ്മെ ഓർപ്പിച്ചു. 1, വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ. അതുപോലെ തന്നെ 2-ാമതായിട്ട് ജനിച്ച അടിമകള്, ഭവനത്തിൽ ജനിച്ച അടിമ, അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചല്ലോ. 3-ാമതായിട്ട് അടിമയാക്കപ്പെട്ട അടിമ. ഞാൻ ഈ യജമാനനെ, നല്ല യജമാനനെ,
അതേ നമുക്ക് പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുവാൻ നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. ഞങ്ങൾ നിന്നെ വിട്ട് എവിടേക്ക് പോകുമെന്ന് പറഞ്ഞ പത്രോസിനെ പോലെ നമുക്ക് ദിവസങ്ങളിൽ നിത്യജീവന്റെ മൊഴികൾ നൽകി, നമുക്ക് ജീവൻ നൽകി, നിത്യജീവൻ നൽകി, നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവ് നല്ല യജമാനനായി നമുക്ക് വേണ്ടി ഉണ്ടല്ലോ. ഈ നല്ല ചിന്ത ഈ രാവിലെ സമയം കേൾപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകി. വചനശുശ്രൂഷ പാസ്റ്റർ എം എ ജോൺ അവர்களെ കർത്താവ് നമുക്ക് പ്രാർത്ഥനയിൽ വീണ്ടും ഓർക്കാം. ഒരു പ്രാവശ്യം കർത്തദാസനുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ബഹുമാനവും പറയലിന്റെ പേരിൽ അറിയിക്കുന്നു. ഒരു വല്ല അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണല്ലോ ഇന്ന് പകൽക്കാലം നമുക്ക് വചനത്തിലൂടെ ഗ്രഹിപ്പാനിടയായത്. നമുക്ക് ഈ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്ന് നമ്മളെ വിളിച്ചു വേർതിരിച്ച കർത്താവ് ഈ സ്ഥാനത്തേക്കൊക്കെ നമ്മളെ ഉയർത്തിയ ഇന്ന് പകൽക്കാലം നമ്മളെ കേൾപ്പിച്ചതുപോലെ ഒരു മകനാക്കി ഒരു മകളാക്കി നമ്മളെ തീർത്ത കർത്താവ്, ഒരു നല്ല ഭടനായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന കർത്താവ്, മല്ല് കെട്ടുന്നവരായിട്ട് ഏകരായിട്ട് നിൽക്കേണ്ടുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവസ്ഥകൾ ഉണ്ടാകാം. അവിടെ ഒന്നും തളർന്നു പോകാതെ നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന കർത്താവ്, ഈ ഭൂമിയിൽ ഒരു അധ്വാനിക്കുന്ന കൃഷിക്കാരനെ പോലെ ഒരു കൊയ്ത്ത് ദിവസത്തിൽ ആ പ്രതിഫലം ലഭിക്കുന്ന നാളിനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാക്കി നമ്മളെ നിർത്തട്ടെ. ഹല്ലേലൂയ. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. മാനപാത്രമായിട്ടാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം അവന്റെ ദാസനാണ്, അവന്റെ അടിമയാണ്. നമുക്ക് അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഇതുവരെയും നമ്മുടെ ജീവിതത്തിലെ ദോഷമായിട്ടുള്ളതൊക്കെയാണ് നമ്മൾ നിരൂപിച്ചത്. ദോഷങ്ങൾ മാത്രമേ പ്രവർത്തിക്കുവാനായിട്ട് എത്ര നന്മ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇച്ഛിക്കാത്ത തിന്മയാണ്. എങ്കിലും അവൻ നമ്മളെ സ്നേഹിച്ചു, എങ്കിലും അവൻ എല്ലാം നമ്മളോട് ക്ഷമിച്ചു. ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ ഈ പകൽക്കാലം നമുക്കൊന്ന് വാഴ്ത്താം. സ്തോത്രം. ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ.
കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ ജീവിതത്തിൽ അനേക കുറവുകളൊക്കെ വന്നു പോയിട്ടുള്ളായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുകയും, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അനേക കുറവുകൾ, ഞാൻ നല്ല വ്യക്തിയായിട്ട് ജീവിക്കുവാൻ പലപ്പോഴും ആഗ്രഹിച്ചെങ്കിൽ, ഇന്നലെ ഒരു ഇമെയിൽ ഇവിടെ ഉള്ള ഈ അമേരിക്കയിലുള്ള ആരുടെയോ ഒരു യൗവനക്കാരന്റെ ഇമെയിലാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു, ഞാൻ ഒരു വർഷിപ്പ് ലീഡറാണ്, ഞാൻ സഭയിൽ മുമ്പിൽ നിന്ന് പ്രബോധനങ്ങളൊക്കെ പറയുന്നതാണ്. ഒരു വളരെ യങ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു 21 ഇയേഴ്സേ കാണത്തുള്ളൂ. പറഞ്ഞിരിക്കുക, ഇതെല്ലാം ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്നത് ആരും അറിയാതെ അനേകം മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തികളിൽ ഞാൻ തന്നെ എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോഴൊക്കെ ചെയ്യുന്നു. എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. എന്നെ അറിയുന്നവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഞാൻ വളരെ നല്ല വ്യക്തിയാണെന്നാണ്. കാരണം ചർച്ചിന്റെ മുമ്പിൽ കൈ ഉയർത്തി ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യും, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാനറിയത്തില്ല. UK ഒരാളാണ്, UK എന്ന് എഴുതിയേക്കുന്നത്, അവിടുന്ന് എഴുതിയേക്കുക. പക്ഷെ ഇതിനകത്തൊക്കെ ഞാനാണെങ്കിലും ഞാൻ ഉള്ളിൽ ഞാനങ്ങ് ഭാരപ്പെട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കിതിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. കാലം അങ്ങനെ ഇരിക്കുന്ന എത്രയോ പേര് ചർച്ചിൽ വന്ന് വലിയ വർഷിപ്പ് ലീഡേഴ്സായിട്ടൊക്കെ യൗവനക്കാര് പിള്ളേരൊക്കെ മുമ്പിൽ വന്ന് കൈയൊക്കെ പൊക്കി, നമ്മൾ ഓർക്കും ഇത്രയും നല്ലൊരു കുഞ്ഞിനെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. പക്ഷേ അവരുടെ ജീവിതം എന്താണെന്നൊന്നും നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ആ അവസ്ഥയിൽ കൂടെ പോവാണ്, അനേക അഡിക്ഷൻസിൽ കുടുങ്ങി. അതിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട്, കഴിയുന്നില്ല. പിശാച് അടിമത്വത്തിൽ പിടിച്ചു വെച്ചിരിക്കുക, ആ ബന്ധനത്തെ കുരുക്കിയിട്ടിരിക്കുക. എനിക്കിതിൽ നിന്ന് പുറത്തു വരണം. എന്റെ മാതാപിതാക്കൾക്ക് പോലും അറിയത്തില്ല ഞാൻ ഈ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന്. എനിക്കിതിൽ നിന്ന് പുറത്തു വരണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ പലപ്പോഴും മറ്റുള്ളവരൊന്നും അറിയാത്ത അനേക പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ വിധത്തിലും മുമ്പിലൊക്കെ നിൽക്കുന്നവരായിരിക്കാം. പക്ഷെങ്കിൽ ശത്രു പിശാച അടിമത്തത്തിൽ കുടുക്കി കുരുക്കി കെട്ടി വരിഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥ. നല്ലവരായിട്ടുള്ള എത്രയോ കുഞ്ഞുങ്ങളെ അടിമത്തത്തിൽ കുരുക്കിയിട്ടിരിക്കുന്ന അവസ്ഥ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ റോഷ ഹത്തല മസത്തെ കടബറബത്ത ലതുറു ഹുതുറ മഷി ഹത്തല കെച്ചന്തരാക്കു സുത്തുറബ ലഖറമസത്ത. അതുപോലെ തന്നെ പലർക്കും സംഭവിക്കുന്നത് അവരുടെ നന്മകളെ തടയുന്ന വാക്കുകൾ വായിൽ നിന്ന്, കുടുംബ ജീവിതത്തിൽ നിന്ന് പറയരുത്. നമ്മുടെ വാക്കിന് വലിയ ശക്തി ഉള്ളപ്പോൾ നമ്മൾ ആ വാക്കുകൾ, പറയരുതാത്ത വാക്കുകൾ അന്യോന്യം പറഞ്ഞ്, ശത്രുവിന്റെ വലിയ തന്ത്രമാണ് നമ്മുടെ നന്മയെ മുടക്കിക്കളയുവാൻ, നമ്മുടെ നന്മയെ ബന്ധിക്കുവാൻ. ഭാര്യയും ഭർത്താവും നല്ല മനുഷ്യരായിരിക്കാം, പക്ഷെങ്കിൽ അന്യോന്യം വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് അവരുടെ നന്മയെ ബന്ധിച്ചു കളയുന്ന അവസ്ഥ. ഇന്ന് പൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ ദോഷികളാണ് കർത്താവേ, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വാസ്തവമായിട്ട് അങ്ങനെ താല്പര്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നവരെ പരിശുദ്ധാത്മാവ് സഹായിക്കും. കർത്താവേ, എനിക്ക് കഴിയുന്നില്ല. ആ ചെറുപ്പക്കാരന് അവന് വാസ്തവത്തെ അറിയത്തില്ലായിരിക്കും, അവൻ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ടല്ലേ അങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ചോദിക്കത്തുമില്ലായിരിക്കും. കാരണം ലജ്ജയാ മറ്റുള്ളവരോട് ചോദിക്കാൻ. ഞാൻ ഇത്ര വലിയ വർഷിപ്പ് ലീഡറായിട്ട് നല്ല പ്രബോധനങ്ങളൊക്കെ നല്ല കുട്ടിയായിട്ട് നടക്കുമ്പോൾ ആരോടെങ്കിലും ചെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവനക്കാരെയൊക്കെ ഓർത്ത് എത്രമാത്രം നമ്മൾ കരയണം. ബന്ധനത്തിൽ കുടുങ്ങി നമ്മൾ ചർച്ചിൽ വന്നെന്ന് വിചാരിച്ചുകൊണ്ടോ കൈപൊക്കി ആരാധിച്ചെന്ന് വിചാരിച്ചതുകൊണ്ടോ ഒന്നുമായിട്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട്. കർത്താവേ, ദൈവമേ, ഇന്ന് ഈ രാവിലെ കാലം കേട്ടതുപോലെ നല്ല കൃഷിക്കാരൻ ആ ദൈവത്തിന്റെ ആ പ്രതിഫലം നൽകുന്ന നാളിനു വേണ്ടി കാത്തു നിൽക്കുന്ന കൃഷിക്കാരൻ, ആ കൊയ്ത്തിന്റെ സമയത്ത് വലിയ അനുഗ്രഹം ദൈവം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കെല്ലാം പ്രതിഫലം നൽകുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇവിടെ ചെയ്യുന്ന എത്രയോ ദൈവദാസന്മാരെന്ന് പറയുന്നവര് പോലും എത്രയോ വിധത്തില് എല്ലാ വലിയ പ്രസംഗങ്ങളും വലിയ പ്രബോധനങ്ങളും വലിയ പ്രവചനങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവരുടെ ജീവിതം ബന്ധിക്കപ്പെട്ട് കിടക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് അവരെല്ലാം ആ ബന്ധനത്തിനകത്ത് അകപ്പെട്ട് കിടക്കും. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്നറിയാമോ? കാരണം വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നവരെയാണ് പിശാച്
ഏറ്റവും അധികം അവരോട് പോരാടി അവരെ തകർത്തുടച്ച് അവരെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പുറമേയൊക്കെ ശിംശോനെ പോലെ ശിംശോൻ അതിനെ വലിച്ചു കീറുന്നു, ഇതിനെ വലിച്ചു കീറുന്നു, ഭയങ്കര പ്രവൃത്തികളൊക്കെ. പക്ഷെങ്കിൽ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടശക്തി അവന്റെ മേൽ വ്യാപരിച്ചു, അവനെ നശിപ്പിച്ച് തകർത്തു. അത് ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ പ്രാപിക്കണം. നമ്മുടെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കണം. ദൈവമക്കൾ ശക്തിയോടെ അസൂയയും നികളവും എല്ലാം നമ്മൾ വിട്ടുകളയാം. നമ്മൾ ഈ അസൂയക്കൊന്നും നമുക്ക് പ്രതിഫലം ലഭിക്കത്തില്ല. ഇതൊന്നും ദൈവസന്നിധി നമുക്കൊന്നും ഒരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഇതെല്ലാം നമ്മളെ തകർത്തുടച്ചു കളയത്തേ ഉള്ളൂ. ദൈവം പ്രതിഫലം ഇടാൻ വരുമ്പോൾ ദൈവം പറയും, നിനക്കെപ്പോഴും അസൂയായിരുന്നു, നിനക്കെപ്പോഴും നിഗളമായിരുന്നു, നിനക്കെപ്പോഴും അഹങ്കാരമായിരുന്നു, ഈവൻ സെൽഫ് പിറ്റി പോലും. അതിനൊന്നും നമ്മൾ ഓർക്കും, ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് എനിക്കൊന്നുമില്ല, അങ്ങനെ എനിക്ക് കഴിവില്ല എന്നൊക്കെ പറയുന്നു, അത് സാരമില്ല. പക്ഷെ അതും ദൈവസന്നിധി പാപമാണ്. ഇന്ന് രാവിലെ കാലം ദൈവസന്നിധി സമർപ്പിച്ചാട്ടെ. കർത്താവെ, എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എന്നെ തന്നെ ഒന്നാമതായിട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, എന്റെ നാവിനെ ഒന്ന് തൊടണമേ, എന്റെ ഹൃദയത്തെ തൊടണമേ. അനേക പാപങ്ങളിൽ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ കർത്താവെ, ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ നൽകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം നിങ്ങളുടെ ഭവനത്തിൽ ഒന്ന് മുട്ടുമടക്കിയാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിത് പറയാണ്. ഹസ്സത്തുറേ മനഹസ്സൻ തലാ ഖടബ. നമ്മൾ എപ്പോഴും ചെയ്യുന്നതിന് വിരുദ്ധമായിട്ടായിരിക്കാം, എന്നാലും വേഗത്തിൽ ഒരു നിമിഷം ഒന്ന് മുട്ടുമടക്കിയാട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കാം. ഏതെങ്കിലും പാപത്തില് ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ, ശത്രുവായവൻ നിങ്ങളെ തകർത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു നിമിഷം മുട്ടുമടക്കിയാട്ടെ. ഉടല തുറബ സംഘ രമനെ കടബ. കർത്താവെ, ഇന്ന് പകൽക്കാലം ഈ ജഡത്തിന്റെ ശക്തി ഹൊട്ടോ ഷിബറക്ക സന്തലബടബ ഉടറമസിക്കലെ ബരബര ബരബ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, അടിയനെയും അടിയന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവനെയും കുഞ്ഞുങ്ങളെയും യേശുവിന്റെ രക്തത്തിൽ മറച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കർത്താവെ, മുഴങ്കാലിരിക്കുന്ന ദൈവ പൈതലോട് മനസ്സലിയണം, ആ കുടുംബത്തോട് മനസ്സലിയണം. ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പകൽക്കാലം ഈ ലൈനിൽ കൂടെ കർത്താവെ, ഞങ്ങൾക്ക് മറ്റൊന്നുമല്ല കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരായി നിൽക്കേണ്ടത് എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ എന്നും ഇത് കേൾക്കുമ്പോൾ കർത്താവെ, അതിന് വിലയില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുവാൻ അനുവദിക്കരുത്. എന്റെ കർത്താവിന്റെ വരവ് ഇന്നോ നാളെയോ ഏത് സമയത്തുമാകാമെന്ന് നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ. എന്റെ കർത്താവെ, അങ്ങ് വരുമ്പോൾ അങ്ങയുടെ മുൻപിൽ ലജ്ജിപ്പാൻ വകയില്ലാത്തവരായിട്ട് കർത്താവെ നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ രാവും പകലും പ്രെയർ ലൈനിൽ ഇരുന്നെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഞങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയില്ല കർത്താവെ, പ്രതിഫലം ലഭിക്കുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ തകർന്ന ഹൃദയത്തോടെ തമ്പുരാനെ, അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളോട് മനസ്സലിയണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണം. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമായിട്ട് ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരണം കർത്താവെ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവസന്നിധിയിൽ സമർപ്പിച്ച എല്ലാ കുടുംബത്തെയും കർത്താവ് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലെ കർത്താവെ, വചനം ശുശ്രൂഷിച്ച കർത്തൃദാസൻ എം എ ജോൺ ദാസിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെയും അനുഗ്രഹിക്കണം. ശക്തമായിട്ട് കർത്താവിന്റെ വചനത്തിൽ നിന്ന് കർത്താവെ, നിന്റെ ദാസന് സംസാരിപ്പാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ. കേട്ട വചനം കേട്ട എല്ലാവരെയും ഒരു പ്രാവശ്യവും കൂടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ലീഡ് ചെയ്ത പെണ്ണമേന്റെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണം കർത്താവെ. എല്ലാ പ്രിയപ്പെട്ടവരെയും, ഫ്രാൻസിസ് പാസ്റ്റർ,
റെജി ബ്രദർ ഒക്കെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയനെയും കുടുംബത്തെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക ലൈനിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഒരു പ്രാവശ്യവും കൂടെ ദൈവമേ അസുഖമില്ലാതിരിക്കുന്ന പ്രിയ പൈതല് പ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളോട് കർത്താവെ കരുണയുണ്ടായി അവൾക്ക് പൂർണ്ണ സൗഖ്യവും ബലവും കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതുപോലെ തന്നെ ജാനിസിൻ സിസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൾക്കും പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ കർത്താവെ അവർക്ക് കൊടുത്തിരിക്കുന്ന ദാനമായി കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. അവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.